എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാനിറ്റേഷൻ ഇപ്പൊ നിലവിലുള്ളത് എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എങ്ങനെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഹരിപ്രസാദ് ആണ്. ഹീസ് എ PhD. ഹരിപ്രസാദ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ബെറ്റർ. അപ്പോൾ ഹരി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. Hello, thank you for inviting me to discuss on sanitation and health related topics. So I'm a PhD student at Center for Technology Alternative for Rural Areas, IIT Bombay. And in the background, electrical engineering, I have shifted my interest to environmental studies. I mostly look at the environmental management, environmental humanities side. And currently I'm looking at, for my PhD, sanitation workers, and largely in the domain of water, sanitation and hygiene, WASH domain. WASH domain ആണ് റിസർച്ച് ഏരിയ നമ്മൾ മോസ്റ്റ്ലി സംസാരിക്കുമ്പോൾ പറയുക. So I am also involved in a multi-country project called Towards Brown Gold. എങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ്, മെയിൻലി ഫീക്കൽ സ്ലഡ്ജ് മാനേജ്മെന്റ്, ഫീക്കൽ വേസ്റ്റ് എങ്ങനെയാണ് ഒരു നല്ലൊരു ഔട്ട്പുട്ട് ആക്കി മാറ്റുകയും അതേസമയം മുന്നേ നമ്മൾ മാനുവറായിട്ടും ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും യൂസ് ചെയ്ത ഹിസ്റ്ററി ഒക്കെ നമുക്കുണ്ട്. എങ്ങനെയാണ് നമുക്ക് അതൊരു ഇക്കണോമിക്കലി ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് കുറച്ചിട്ട് റീയൂസ് ഓർ റീസൈക്കിൾ ചെയ്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടിയായിട്ട് എന്താണ് സസ്റ്റൈനബിൾ സാനിറ്റേഷൻ ഇൻ സ്മോൾ ടൗൺസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്നാണ് നോക്കുന്നത്. അപ്പം വെൽക്കം ഹരി ടു ദ ഷോ. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയേണ്ടത് വാട്ടർ സാനിറ്റേഷൻ. നമ്മൾ ബേസിക്കലി സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്. സാനിറ്റേഷൻ ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. സാനിറ്റേഷൻ മോസ്റ്റ്ലി ഈസ് മെൻഷൻഡ് അലോങ് വിത്ത് ഫീക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഏർലിയർ, ബിക്കോസ് ആ സമയത്ത് നമ്മുടെ മറ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, നമ്മുടെ ഫീക്കൽ സ്ലഡ്ജ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഡെഫിനിഷനിൽ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ സാനിറ്റേഷൻ ഈസ് എ ലാർജ് എൻകോംപാസിംഗ് ടേം ഇൻക്ലൂഡിംഗ് ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ്. വിത്തിൻ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബട്ട് ബേസിക്കലി സാനിറ്റേഷൻ ഓർ കൺസർവൻസി വർക്ക് എന്നാണ് മുന്നേ പറയാ. ദാറ്റ് ഇൻക്ലൂഡ്സ് സ്വീപ്പിംഗ്, ഗാർബേജ് ക്ലിയറിംഗ്, പിറ്റ് എംപ്റ്റിയിങ്, മാനുവൽ സ്കാവെഞ്ചിങ്, അതൊക്കെയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിൽ കുറെയൊക്കെ ജോലികൾ ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ്. ലാർജ്ലി ഇത് ശരിക്കും ഒരു സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്, അങ്ങനെ എല്ലാം കൂടെ എൻകംപാസ് ചെയ്ത ഒരു സാനിറ്റേഷൻ ആക്ച്വലി ഡയറക്ട്ലി ലിങ്ക് ടു ഹെൽത്ത് ആൻഡ് അതർ ഇൻഡിക്കേറ്റേഴ്സ്. സോ സാനിറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ റിസർച്ചിൽ വളരെ കുറവാണ് നടക്കുന്നത്. കുറച്ച് കാലമായിട്ടാണ് സാനിറ്റേഷന്റെ റിസർച്ച് കുറച്ച് കൂടുതൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. Sanitation in terms of social science aspects, sanitation in terms of sanitation technologies and sanitation planning. ഇത് മൂന്ന് വലിയ രീതിയിൽ, ഇൻക്ലൂഡിങ് സാനിറ്റേഷൻ ഫൈനാൻസിങ്, ഇത് വലിയ രീതിയിൽ ഫണ്ടിങ് കൂടി നടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ, മേഖലയാണ്. കാരണം നമ്മൾക്കറിയാം അതൊരു ബേസിക് നീഡാണ്. അതിൽ കുറവ് ഫണ്ടാണ്, കുറവ് ഫോക്കസ് ആണ് നമ്മൾ ഇതുവരെ ചെലുത്തിയിട്ടുള്ളത്. ഇനി ചെലുത്തേണ്ട കാര്യമുണ്ട് എന്നും കൂടിയാണ് ഇപ്പോഴത്തെ സാനിറ്റേഷൻ സിറ്റുവേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ പേഴ്സണൽ ലെവലിൽ നമുക്കറിയാം ശുചിത്വം വഴി പേഴ്സണൽ ഹൈജീൻ ആണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി അസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതേപോലെ ഇൻ എ മാക്രോ ലെവലാണ് ലൈക്ക് വാട്ട് സാനിറ്റേഷൻ ഇസ് ഫോർ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സാനിറ്റേഷൻ കണ്ടീഷൻ എങ്ങനെയാണ് ഇൻ അവർ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ? ഓക്കെ, സോ ഈ സാനിറ്റേഷൻ, ഈ വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഉള്ള ഒരു ഡൊമൈൻ തന്നെ വരാൻ കാരണം അത് ഇന്റർ കണക്റ്റഡ് ആണ്, അത് പരസ്പര പൂരകമാണ്. അത് വാട്ടർ ഇല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ സാനിറ്റേഷൻ ഇല്ല. കാരണം നമ്മുടെ മുന്നേ സമയത്ത് ഡ്രൈ ലാറ്റൻസ് ഉണ്ടായിരുന്നു, വേർ മാനുവൽ സ്കാവെഞ്ചേഴ്സ് കം ആൻഡ് ക്ലീൻ ദ ഡ്രൈ ലാറ്റൻ. പക്ഷെ 70s 80s കൂടി നമുക്ക് വാട്ടർ സീൽ ടോയ്ലറ്റ്, ഇപ്പോൾ കാണുന്ന ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ, ടെക്നോളജി വരികയും അതൊരു ടെക്നോളജി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അതിന്റെ ഹിസ്റ്ററിയും കൂടി പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അത് വാട്ടർ സീൽ ടോയ്ലറ്റ് വരികയും അതോടുകൂടി വെള്ളം ഇല്ലാതെ, അതായത് ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ, ഡാമുകളായാലും മറ്റു കാര്യങ്ങളിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ ഉപയോഗം
ഇല്ലാതെ സാനിറ്റേഷൻ നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയും കൂടി എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട്. അത് കുറച്ചും കൂടി ക്ലീനർ വേസ് ഓഫ് സാനിറ്റേഷൻ ആയതുകൊണ്ടാണ് വാട്ടർ യൂസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈജീനിന് അത് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റഡ് ആണ്. കാരണം മുന്നേയുള്ള ഡ്രൈ ലാട്രിൻസും ഡ്രൈ ടോയ്ലറ്റ്സും അത് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് വരുന്നുള്ളതുകൊണ്ട്. പിന്നെ ഇതിലൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് വാട്ടറും ഗ്രേ വാട്ടറും തമ്മിലുള്ള വ്യത്യാസമാണ്. ബ്ലാക്ക് വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ്സ് എന്നുള്ള വേസ്റ്റ് മെയിൻ ആയിട്ട്, അതിൽ മിക്കവാറും ഓർഗാനിക് വേസ്റ്റ് ആണ് ഉണ്ടാവുക, നമ്മുടെ ഫീക്കൽ സ്ലഡ്ജ് എന്നുള്ളതും മറ്റുള്ള വേസ്റ്റുകൾ. പിന്നെയുള്ളത് ഗ്രേ വാട്ടർ ആണ്. ഗ്രേ വാട്ടർ നമ്മുടെ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ സോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുളിമുറിയിൽ നിന്നും വാഷിംഗ് മെഷീൻ, ബാത്ത് ടബിൽ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതെ. അതില് സോപ്പുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് ആണ് ഉണ്ടാവുക. പക്ഷെ അത് ഇറിഗേഷനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അതായത് അതൊരു സെക്കൻഡറി പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ചെറിയ രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ആദ്യത്തേത് ഓർഗാനിക് മാറ്റർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബ്ലാക്ക് വാട്ടർ ആണ് നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് രണ്ടും മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അപ്പോഴാണ് നമ്മൾ നോൺ സീവേർഡ് സാനിറ്റേഷനെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കൂടുതലും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റേഷൻ ആണ് ഇപ്പം സിസ്റ്റംസ് ആണ് നമ്മൾ സംസാരിച്ചത്. ഒരു ഡ്രൈ സാനിറ്റേഷൻ നിലവിലുണ്ടായിരുന്നു എന്നാണല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഡ്രൈ സാനിറ്റേഷനും വാട്ടർ ബേസ്ഡ് സാനിറ്റേഷനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കില്ലേ കൂടുതൽ ബെറ്റർ? ബിക്കോസ് നമ്മുടെ ഒരു കൺട്രി എടുത്താൽ തന്നെ ഒരു terrains are very different. നമുക്ക് ഹില്ലി ഏരിയാസ് ഉണ്ട്, ഫ്ലഡ് ഏരിയാസ് ഉണ്ട്, ലൈക്ക് റിവർ ബാങ്ക്സ് ഒരുപാടുണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കില്ലേ കൂടുതൽ നല്ലത്? അങ്ങനെ ഒരു ഡ്രൈ ലാറ്റൻസ് നമ്മൾ പുറത്ത് വന്ന ശേഷം വാട്ടർ സീൽ ടോയ്ലറ്റ്, വാട്ടർ ഫ്ലഷ് ടോയ്ലറ്റിലേക്ക് വന്ന ശേഷം തിരിച്ചൊരു ഡ്രൈ ലാട്രിൻ ഒരു കോൺസെപ്റ്റിലേക്ക് തിരിച്ചു പോയതായിട്ട് അറിയില്ല. പക്ഷെ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഹില്ലി ഏരിയാസ്, നമ്മുടെ ഇവിടെ നിന്നുള്ള റിസർച്ച് ടീം ലേ ലഡാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഡ്രൈ ലാറ്ററിന് ഉപയോഗിക്കുന്ന വില്ലേജുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്ന് അവർ വൃത്തിയായി ക്ലീൻ ചെയ്ത് ആ ഫീക്കൽ മാറ്റർ മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഹൈജീന്റെ തരത്തിൽ അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ചെറിയ ഡീസെൻട്രലൈസ്ഡ് ലെവലിൽ വില്ലേജ് ലെവലിലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഡ്രൈ ലാറ്ററിൻ ആസ് വെൻ വി സ്പീക്ക് മോർ അബൌട്ട് അർബൻ സാനിറ്റേഷൻ ആൻഡ് urban health, I don't think it is a viable option to have a dry latrine elsewhere in populated places like India and developing countries. Okay, നമ്മൾ ഒരുപാട് സാനിറ്റേഷൻ ഫ്ലോസ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മുടെ സാനിറ്റേഷൻ മെത്തേഡ്സിലുള്ള ഫ്ലോസ്? സാനിറ്റേഷൻ ഫ്ലോസ് ഇഷ്യൂസിനെ പറ്റി പറയുന്നതിന് മുന്നേ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാനിറ്റേഷൻ നമ്മൾ പറയണം. സോ മെയിൻലി 2 types of sanitation is off grid and on grid sanitation, അല്ലെങ്കിൽ നോൺ സീവേർഡ് ആൻഡ് സീവേർഡ് സാനിറ്റേഷൻ. വികസിത രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് കൺട്രീസിൽ കാണുന്ന ഒരു സാധനമാണ്. അവരുടെ വീട്ടിൽ നിന്ന് നേരെ ഈ വേസ്റ്റ് താഴത്തെ സീവർ ലൈനിലേക്ക് പോകുന്നു, അതിൽ നിന്ന് നേരെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും മറ്റും പോകുന്നു, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡോ സെൻട്രലൈസ്ഡോ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ. പക്ഷെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലായാലും നമുക്കെല്ലാം ഓഫ് ഗ്രിഡ് ആണ്. ഓരോരോ വീടുകളിൽ ഓരോരോ സെപ്റ്റിക് ടാങ്ക് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ, അതായത് ഈ സാനിറ്റേഷന് 4 സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്തു, അത് കഴിഞ്ഞത് കണ്ടെയ്ൻ ചെയ്തു. അതായത് നമ്മൾ ആദ്യം ടോയ്ലറ്റ് യൂസ് ചെയ്തു, അത് കഴിഞ്ഞത് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഈ സെപ്റ്റിക് ടാങ്ക്. അത് കഴിഞ്ഞ് കൺവേയൻസ് സ്റ്റേജ് ഉണ്ട്. നമ്മളത് ക്യാരി ചെയ്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുവിടുന്നു. ഇതാണ് നോൺ സീവേർഡ് സാനിറ്റേഷൻ നെറ്റ്വർക്ക് മെയിനായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഇല്ല. അതായത് നമുക്ക് കൺവേയൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമുക്ക് പ്രൈവറ്റിലായിട്ടുള്ള ആൾക്കാർ തിരുവനന്തപുരം പോലുള്ള ടൗണുകളിൽ മുനിസിപ്പാലിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ മറ്റു സ്ഥലത്ത് അങ്ങനെ ഇല്ല. പല സ്ഥലത്തും വരാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല എന്നതാണ് അതിനൊരു പ്രശ്നം. കാരണം എവിടെയാണ് ഇത് കൊണ്ട് തള്ളുന്നത്? നമ്മുടെ മുന്നേ ഉണ്ടായ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് ഇപ്പോഴും ഒരു പരിധിവരെ ഉള്ളത്. കാരണം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ we are cleaning it by paying someone money, and they are taking it out and dumping it in the water bodies as well as in the open areas. That is again a public health concern, but due to like different areas, different days, different times, and sunlight lana avaru kondupoyi idunathu. I mean, they dump it at night and by early morning it is dried off. So അങ്ങനെയൊക്കെ കൊണ്ടാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ കോസ്റ്റൽ ടൗണുകൾ കൂടുതലുള്ള കേരളം പോലെ ഒരു സ്ഥലത്ത് സാനിറ്റേഷൻ ഇഷ്യൂ വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ ആഴം, സെപ്റ്റിക് ടാങ്കിന്റെ ഉയരം കുറവാണ്. കാരണം
കുഴിച്ചാൽ പെട്ടെന്ന് വെള്ളം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴത്തിലുള്ള സെപ്റ്റിക് ടാങ്ക് പല സ്ഥലത്തും കുഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് സെപ്റ്റിക് ടാങ്ക് എംപ്റ്റി ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട്. അപ്പോ ഒരു എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ എങ്ങനെയാണ് സാനിറ്റേഷൻ ഓരോ സ്ഥലത്തും വ്യക്തമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ പോലുള്ള നോൺ സീവേർഡ് സാനിറ്റേഷൻ നെറ്റ്വർക്കിൽ ഡീസെൻട്രലൈസ്ഡും സെൻട്രലൈസ്ഡും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സോ അടിയന്തരമായി നമുക്ക് ആവശ്യമുണ്ട്. ഹരി പറയുന്നത് അറ്റ് എ ലാർജ് സ്കെയിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണോ ഓർ അറ്റ് ദ പോയിന്റ് സോഴ്സ് പോയിന്റിന്റെ അവിടെയാണോ? സോഴ്സ് പോയിന്റിന്റെ അവിടെ ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ നമ്മുടെ IIT ബോംബെ കില ടീം തന്നെ ചെയ്തൊരു വർക്ക് ഉണ്ട്. ഇത് CSR ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ അവിടുത്തെ ഒരു കോളനി, ആലപ്പുഴ ടൗണിലെ തന്നെ ഒരു കോളനിയിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായി. അപ്പോ അത് അവിടുത്തെ 48-50ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് പോകുന്നു. അവിടെ തന്നെ അത് മാനേജ് ചെയ്യുന്നു. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് ആയാലും കുഴപ്പമില്ല, ഒരു ചെറിയ ഏരിയയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ഥല പരിമിതി ഉണ്ട്, അതുപോലെ ടെക്നോളജിയുടെ പരിമിതി, ഫൈനാൻസിങ്ങിന്റെ പരിമിതി, അഥവാ ഇനി ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നാലും എത്ര അതിലേക്ക് വരും ഡെയിലി. അപ്പം ഇതൊരു വലിയൊരു നെറ്റ്വർക്ക് ഓഫ് ഇഷ്യൂസും കൂടിയാണ്. കാരണം ഫൈനാൻസിങ് തൊട്ട് മാനേജ്മെന്റ് തൊട്ട് പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒരുമിച്ച് ഇരുത്തുന്നത് തൊട്ട് അതിന്റെ കൃത്യമായ ടെക്നോളജി ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് കൃത്യമായി ഡെയിലി അതിലേക്ക് വരുന്ന ഇൻപുട്ട് എത്രയാണെന്നില്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പല ഘടകങ്ങൾ കൂടിയിട്ട് സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ടോയ്ലറ്റിന് സെപ്റ്റിക് ടാങ്കിൽ പോയി സെപ്റ്റിക് ടാങ്കിന് എവിടെയാ പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല ചോദിക്കുന്നത് വരെ. സോ അത് നമ്മൾ അറിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ, ഒന്നിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഓവർ ഇൻ എ ഡേ. പക്ഷെ ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് വരുമ്പോഴാണ് ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയി വീണ്ടും മാറുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, നമ്മളൊരു പേഴ്സണൽ ലെവലില് എന്ത് മെഷേഴ്സ് എടുക്കാൻ പറ്റും? ആ ഒരു പോയിന്റ് ഓഫ് പ്രൊഡക്ഷനിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് നമുക്ക് കളക്ഷൻ വിടാനും, അത് മാത്രമല്ല അറ്റ് ദ സെപ്റ്റിക് ടാങ്ക് പോയിന്റിൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനും, ദെൻ കുറച്ചും കൂടെ ഒരു ഡീകണ്ടാമിനേറ്റഡ് മാറ്റർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അതെ, ഇതില് നമുക്ക് ടെക്നിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്ന ഉള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷെ ബിഹേവിയറലി നമ്മുടെ വേസ്റ്റുമായിട്ടുള്ള സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ് നമ്മുടെ വേസ്റ്റുമായിട്ടുള്ള റിലേഷൻ. നമ്മൾ എപ്പോഴും അതൊരു മോശം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് സാനിറ്റേഷൻ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ നമ്മൾ മോശക്കാരായി മുന്നേ തൊട്ടേ കാണുന്നത്. അതൊരു ശരിയായ നിലപാടല്ല. അതൊരു കാരണം ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കൂടാതെ സെപ്റ്റിക് ടാങ്ക് അല്ല പല വീടുകളിലും ഉള്ളത്. നമുക്ക് കിണർ പോലെയുള്ള ഒരു സെറ്റപ്പ് മാത്രമാണുള്ളത്. അതായത് ചിലത് ലീച്ച്ഡ് ആയിരിക്കും, ചിലത് ലീച്ച് ഇല്ലാത്തതായിരിക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കുകൾ കൃത്യമായി നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ തന്നെ അതിന്റെ റിയാക്ഷൻസും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുകയും അതൊരിക്കലും എംപ്റ്റി ചെയ്യേണ്ടാത്തൊരവസ്ഥ വരികയാണ് സാധാരണ. പക്ഷെ നമ്മുടെ സ്ഥലത്തുള്ളതൊന്നും നമ്മുടെ വീടുകളിലുള്ളതൊന്നും സെപ്റ്റിക് ടാങ്കുകളല്ല യഥാർത്ഥ. അതുകൊണ്ട് തന്നെ കാരണം അതിൽ ഒന്നാമത്തത് നമ്മുടെ സാനിറ്ററി പാഡുകളും ഫിനോളും മറ്റ് മറ്റ് കെമിക്കലുകളും നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അനോറോബിക് റിയാക്റ്റീവ് ബാക്ടീരിയാസും മറ്റുമൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സെപ്റ്റിക് ടാങ്കുകൾ അത് പ്രവർത്തനരഹിതമാവുകയും സാധാരണ ഒരു വാട്ടർ ടാങ്ക് പോലെ നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു വലിയ പ്രധാന പ്രശ്നം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്ക് നിറയാതിരിക്കാൻ നോക്കുക. അതിനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ മെഷേഴ്സ് എടുക്കേണ്ടത്? വാട്ട് ഓൾ ക്യാൻ ബി ഇൻ ദ സെപ്റ്റിക് ടാങ്ക്, ക്യാൻ ഗോ ടു ദ സെപ്റ്റിക് ടാങ്ക് ആൻഡ് വാട്ട് ഓൾ കാൺട്ട്? ടെക്നിക്കലി കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്കറിയില്ല. ബേസിക്കലി ഐ തിങ്ക് ഐ വോണ്ട് ബി ഏബിൾ ടു കമന്റ് ഓൺ ദാറ്റ്. പക്ഷേ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, സെപ്റ്റിക് ടാങ്ക് ആസ് എൻ ഇൻഫ്രാസ്ട്രക്ചർ is not meant to use the chemicals that is coming through, because സെപ്റ്റിക് ടാങ്കും അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സീൽ ടോയ്ലറ്റും വന്ന ശേഷമാണ് ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ പല സാധനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൃത്യമായി എന്താണെന്ന് എനിക്ക് ഒരുപക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ മുകളിലും റിസർച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഏരിയ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് സെപ്റ്റിക് ടാങ്ക് ഫുൾ ആവുന്നു പറയുന്നു.
ബട്ട് സെപ്റ്റിക് ടാങ്കിൽ തന്നെ നമുക്ക് കൂടുതലും ഇപ്പം നമ്മളൊരു പ്യുവർ സെപ്റ്റിക് ടാങ്ക് എടുക്കുകയാണെങ്കിൽ മോർ ഫീക്കൽ മാറ്റർ ആയിരിക്കും നമുക്കതിൽ കാണാൻ സാധ്യത. നിറഞ്ഞ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ കൂടുതലും ഫീക്കൽ മാറ്റർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഫീക്കൽ മാറ്റർ ആണെങ്കിൽ വൈ കാൻ വി ഡു ഡീകണ്ടാമിനേഷൻ അറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്? അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. ബട്ട് അറ്റ് മൈൽഡർ ലെവൽ ഐ തിങ്ക് ഒരു ഡീകണ്ടാമിനേഷൻ ചെയ്താൽ എസ്പെഷ്യലി അറ്റ് urban ഏരിയാസ്, നമുക്ക് റൂറൽ ഏരിയാസ് നമുക്കത് നോക്കണ്ട. ബിക്കോസ് urban ഏരിയാസിൽ വൺ ഓഫ് ദ പ്രോബ്ലംസ് ഓർ വൺ ഓഫ് ദ മെക്കാനിസംസ് എക്സിസ്റ്റിംഗ് ഇസ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് നമ്മുടെ septic tank will be in close connection, and another is അപ്പുറത്തെ വീട്ടിലെ neighbor septic tank and our septic tank will be in close connection, അല്ലെങ്കിൽ neighbors water connection and our septic tank will be in അങ്ങനെ ഒരു മിക്സഡ് ഫോം ഓഫ് നമുക്ക് ഏരിയ ലിമിറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ യൂഷ്വലി urban ഏരിയാസിൽ കാണപ്പെടുന്നത്. സോ ഒരു മൈൽഡർ ലെവലിൽ വൈ കാൻ വി ഡീകണ്ടാമിനേറ്റ് അങ്ങനെ ഒന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി മോർ റിസർച്ച് ഇസ് നീഡഡ് in that area to diseases are seen, because especially during rainy season. But rural areas we are not seeing that much. നമ്മൾ കൂടുതലും കാണുന്നത് എലിപ്പനി, അതായത് ലെപ്റ്റോസ്പൈറോസിസ് അങ്ങനത്തെ ആണ് കാണുന്നത്. ബാക്കിയുള്ള ഈ കണ്ടാമിനേഷൻ കാരണം, അതായത് ഫീക്കൽ കണ്ടാമിനേഷൻ കാരണമുള്ള ഡയറിയാസ് ആർ ലെസ് ഇൻ റൂറൽ ഏരിയാസ് വെൻ കമ്പയർഡ് ടു the crunched up urban areas. So എനിക്ക് തോന്നുന്നു in urban areas population കൂടുന്നുണ്ട്. So population കൂടിയാലും it's a population density which is increasing. അപ്പോൾ limited area there is more population, migrating population ഉണ്ട്. There is like the moving population which who don't know what to do, like our daily how the system works അറിഞ്ഞൂടാത്ത ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്. സോ അങ്ങനെ ഒക്കെ ഒരു കൂടുതലും ഒരു കോംപ്ലക്സ് ആണ് urban areas. സോ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ, എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റിക് ടാങ്കിന്റെ ഒരു ഡിസൈൻ തന്നെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട് urban area എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസും അത് മാറ്റാനുള്ള ടെക്നിക്കാലിറ്റിയും അർബൻ ഏരിയാസിലുള്ള ഒരു മേജർ പ്രശ്നം നമുക്ക് സ്ഥലമില്ലായ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ചെയ്തിരുന്ന സെപ്റ്റിക് ടാങ്കിന് ക്ലീൻ ചെയ്ത് അടുത്തുള്ള പിറ്റിലേക്ക് മാറ്റുന്നത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ ലോറിയിൽ വരുന്ന നമ്മുടെ ടാങ്കിലേക്ക് വലിച്ചു കയറ്റുന്ന സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സിനെ യൂസ് ചെയ്തിട്ട് മറ്റ് പല സ്ഥലത്തും അർബൻ ഏരിയാസിൽ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ മേജർ ഇഷ്യൂ ഇസ് അബൌട്ട് ദ എന്താണ് പറയുക സർഫസ് വാട്ടർ തന്നെയാണ്. കാരണം ഇന്ത്യയിലത്തെ സ്റ്റഡികൾ പലതും പറയുന്നത് 2/3 ഓഫ് സർഫസ് വാട്ടർ ഇസ് പൊല്യൂട്ടഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ബിക്കോസ് ഓഫ് ദ ലീക്കിംഗ് ഇഷ്യൂ, ലീച്ചേറ്റ് ആൻഡ് അതർ മിക്സിംഗ് അപ്പ് ഓഫ് വാട്ടർ. സോ ഇതൊരു ഇഷ്യൂ തന്നെയാണ്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് but not coming as a policy or the discussion in the mainstream, because the sanitation sector has been neglected for years and it is coming into the mainstream because we are facing more impacts of climate change and we are seeing disaster recurrently. പക്ഷെ ഇത് ഒരു മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ it has a lot of social indicators, dignity of women and children, including girls, school going girls, and it includes water sanitation and hygiene topic also include menstruation related because it needs good water. So this also increases the attendance in the school. So education related ആണ്. In my topic it is related to the decent work where sanitation workers also is coming up. UNICEF പോലുള്ള institution for children is mainly looking at water and sanitation and disaster sanitation, related sanitation as a main thing. So in that context നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രൊജക്ട് നോക്കുന്നത് എങ്ങനെ ഈ ബ്രൗൺ ഗോൾഡ്, നമ്മുടെ ഫീക്കൽ മാറ്ററിനെ ബ്രൗൺ ഗോൾഡ് ആയിട്ട് കാണുകയും how we can make it as a valuable product എന്നുള്ള രീതിയിൽ. So we need a proper sanitation for all these social indicators, which is because sanitation is also a human rights problem. We're not able to go to washroom എന്ന് പറയുന്നത്, ടോയ്ലറ്റ് എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ടും കൂടിയാണ് ലിറ്ററേച്ചറുകളിലും അക്കാഡമിക്സിലും ഈവൻ നോൺ അക്കാഡമിക് സ്പേസിലും കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സാനിറ്റേഷൻ നമ്മൾ സ്റ്റിഗ്മ മാറ്റി നിർത്തിയാൽ, അതിനോട് ആൾക്കാർക്ക് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറ്റി നിർത്തിയാൽ ഇറ്റ്സ് എൻ എസെൻഷ്യൽ തിങ് and it is a felt issue only during climate change and disasters. That is what our team working in Alleppey also found out, and we have a living lab set up there.
അപ്പൊ ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു, സാനിറ്റേഷൻ വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. സോ ബട്ട് പ്യുവർലി സാനിറ്റേഷൻ വർക്കേഴ്സ് മാത്രമായിരിക്കില്ല, ദേ ഹാവ് മൾട്ടിപ്പിൾ വർക്ക് അറ്റ് ഹാൻഡ്. അപ്പൊ ആ കോൺഫ്ലിക്റ്റ് ഓഫ് ജോബ്സ് ആൻഡ് സാനിറ്റേഷൻ വർക്ക്, അപ്പൊ അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കാര് സ്വന്തമായിട്ട് ചിന്തിപ്പിക്കേണ്ട ആവശ്യം ഇല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വർക്കേഴ്സിന്റെ കേസ് ഇപ്പൊ എന്റെ ഫോക്കസ് വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നല്ല. പക്ഷെ ഞാൻ നോക്കുന്നത് പല ടൈപ്പ് ഓഫ് വർക്കർ. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വർക്കർ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹരിതകർമ്മ സേനയാണ് നമ്മുടെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന, ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഹോട്ടലുകാർ പൈസ കൊടുക്കുന്നു, അവരെവിടെയാണ് കൊണ്ടുവിടുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയില്ല. അവർ ചില സമയം അഗ്രികൾച്ചർ ഫീൽഡിൽ എന്നൊക്കെ പറയുന്നെങ്കിലും, പിന്നെ വീടുകൾ എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും കത്തിച്ചു കളയോ അല്ലെങ്കിൽ കമ്പോസ്റ്റിലൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ഫീക്കൽ സ്ലഡ്ജ് മാനേജ്മെന്റ്. അപ്പൊ ഇതൊരു കാസ്റ്റ് ബേസ്ഡ് ഒക്യുപ്പേഷൻ ആയിട്ടാണ് തുടങ്ങിയത്. കാരണം വളരെ മോശം വർക്ക് എന്നുള്ള രീതിയിലാണ് ആ സമയത്ത്, അതായത് 1950s അല്ലെങ്കിൽ 1900, 200 years സിൻസ് ദ കാസ്റ്റ് സിസ്റ്റം ഉള്ളിടത്തോളം തൊട്ട് അതൊരു അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോബ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ദാറ്റ് ഈസ് എൻ എസെൻഷ്യൽ സർവീസ്. പക്ഷെ ഈ ജോലി ചെയ്ത ആൾക്കാർക്ക് മറ്റൊരു ജോലി കിട്ടാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം അവരെപ്പോഴും ഒരു സപ്രസ്ഡ് ആയിട്ട് ജീവിച്ച്, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, ചെറിയ കാലം തൊട്ട് ഈ ജോലിക്ക് പോയി ആൾക്കാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മൈഗ്രൻസ് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവര് ചെയ്യുന്ന ഒരു ജോലി ഇതിൽ ഇറങ്ങുക, മറ്റത് ക്ലീൻ ചെയ്യുക. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നത് ലോറിയിൽ വന്ന് ഒന്ന് ലോറിയിൽ നമ്മൾ പത്രപരസ്യം ഉണ്ടാവും, ലോറിയിൽ വന്ന ആൾക്കാർ അത് സക്ക് ചെയ്ത് കൊണ്ടുപോകും. വാക്വം സക്കേഴ്സ് എന്ന് പറയാം. അവർ ഒരു മോട്ടർ ഉണ്ടാവും, അവർക്ക് ഒരു ടാങ്ക് ഉണ്ടാവും, അവർ ലോറി ഉണ്ടാവും, ആ ലോറിയിലേക്ക് മൗണ്ട് ചെയ്ത് പിന്നെ അവരവരുടെ ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവര് ലോവർ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ആൻഡ് അവരുടെ ക്ലാസ്, അവരുടെ economic situation is also very bad. And their health protection PPE kits അതെവിടെയില്ല. കാരണം ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഹാപ്പനിങ് ഇൻ ഇൻഫോർമൽ സെക്ടർ. ഹരിതകർമ്മസേന മാത്രമാണ് ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അത് ഫുള്ളി ഫോർമൽ അല്ല. അവർ യൂസർ ഫീ കൊണ്ടാണ് അവരുടെ സാലറി. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചല്ല അവർക്ക് കിട്ടുന്ന തുക. വളരെ ചെറിയ തുകയാണ് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും. പക്ഷെ ചില പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കുറച്ചധികം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ തൊഴിലിടങ്ങളിലെ ഒരു സുരക്ഷയും അവരുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ പറഞ്ഞു, അത് ഡെവലപ്ഡ് കൺട്രീസിൽ ഉള്ളത് പോലെ വേണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് നമ്മുടെ താഴെ സീവറേജിലേക്ക് പോകുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം വെച്ച്, അർബനൈസിങ് സിറ്റുവേഷൻ വെച്ച്, പോപ്പുലേഷൻ വെച്ച് നമുക്ക് അങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് റീകൺസ്ട്രക്ടിങ് ദ എൻറ്റയർ സിസ്റ്റം. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇപ്പോഴും കുറച്ചു കാലം കൂടി വർക്കേഴ്സിന്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പേഴ്സണൽ ലെവലിൽ നമ്മൾ എങ്ങനെ ഈ സാനിറ്റേഷൻ മാക്രോ ലെവൽ ബേർഡൻ കുറയ്ക്കാം എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചെറിയതായിട്ടൊന്ന് പറഞ്ഞെങ്കിലും, നമുക്ക് ഒരു വീടിന്റെ കാര്യം തന്നെ എടുത്താൽ നമ്മൾ എങ്ങനെ ഹൗ വി ആർ വെൽ ഓർഗനൈസ്ഡ്. ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നു അത്രയും നമ്മുടെ വേസ്റ്റ് കുറയ്ക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൂടാതെ ഇപ്പൊ ഡെയിലി നമ്മൾ ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ അത്രയും വേസ്റ്റ് പിന്നെയും വരുന്നുണ്ട്, വേസ്റ്റ് ക്രിയേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡയറ്റ് പാറ്റേൺ, നമ്മുടെ എങ്ങനത്തെയാണ് ഡയറ്റ് പാറ്റേൺ, നമ്മൾ ഹോംലി ഫുഡ്, ഫാസ്റ്റ് ഫുഡിന്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ നമ്മൾ പറയേണ്ടത് ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മുടെ ഫീക്കൽ മാറ്റർ തന്നെ നമ്മുടെ ഡിഫറെന്റ് ആണ്. ഇപ്പം ഒരു ആസ് എ ഡോക്ടർ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, പ്രോട്ടീൻ ഡയറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷൻ കാരണം വരുന്നത് കൂടുതലായിട്ട് സോളിഡ്
ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു പേഴ്സണൽ ലെവലിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് കുറച്ചും കൂടെ ഒരു എക്സ്റ്റെൻഡഡ് ലെവൽ എന്ന് പറയുന്നത് വാട്ട് വി ക്യാൻ ഡു സെഗ്രിഗേഷൻ. അപ്പൊ ആ വാട്ട് എവർ വി ആർ കൺസിഡർ, നമുക്ക് എല്ലാം വേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് when a material is being reused and recycled, which can be reused and recycled, that is not actually a waste. or ഇപ്പൊ എനിക്കൊരു വേസ്റ്റ് ആയിരിക്കുന്ന സാധനം ഹരിക്കൊരു വേസ്റ്റ് ആവണം എന്നില്ല. So that kind of difference can also be there. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് we can segregate ഒരു പേപ്പർ വേസ്റ്റ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ്, അല്ലെങ്കിൽ ഒരു വേസ്റ്റ്, അല്ലെങ്കിൽ ഫീക്കൽ വേസ്റ്റ് ഡെഫിനറ്റ്ലി വിൽ ഗോ ടു ദ ടോയ്ലറ്റ്. പക്ഷെ ബേബീസിന്റെ വരുന്നത് പാമ്പേഴ്സ്, പിന്നെ മെൻസ്ട്രൽ പ്രോഡക്ട്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ പിന്നെ മിക്സഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ മെൻസ്ട്രൽ പ്രോഡക്ട്സും അല്ലാത്ത ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രോഡക്ട്സ്, ഹോസ്പിറ്റൽ വേസ്റ്റ്, അതൊക്കെ മിക്സഡ് ആണ്. അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂടെ ചിലപ്പോൾ ഒരു കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ നോൺ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ കാണും, അപ്പൊ അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽ കാണും. അപ്പൊ അങ്ങനത്തെ ഇപ്പം നമ്മൾ ഫാസ്റ്റ് ഫുഡ് മേടിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഫുഡ് വേസ്റ്റ് കാണും. സോ ഓൾ ദോസ് നീഡ്സ് ടു ബി സെഗ്രിഗേറ്റഡ് പ്രോപ്പർലി. ഇപ്പം അതുകൊണ്ട് സെഗ്രിഗേറ്റ് ഫുഡ് ആൻഡ് പ്ലാസ്റ്റിക്, അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് നമുക്ക് റീസൈക്കിൾ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ തന്നെ വിൽ ഹാവ് ദാറ്റ് കണ്ടാമിനേഷൻ. That kind of micro level thought and micro level ideas and micro level work and plan should be there to ഇത് macro level പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് I think this kind of management is needed. അതൊരു കോൺടെസ്റ്റഡ് ആണ് ഇപ്പോഴും. മൈക്രോ ലെവലിൽ ചെയ്യണോ, സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് ചെയ്യണോ, it depends on the socio-economic and technological capital and the situation we have. കാരണം ബിഹേവിയറലി വളരെ മോശമായി വേസ്റ്റ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സാനിറ്റേഷൻ ഇഷ്യൂ അക്രോസ് ദ സ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ പോയി എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. സോ ഇറ്റ് വിൽ entirely fail the system in that panchayat or municipality. Even though നമ്മൾ വാർഡ് ലെവലിലും മുനിസിപ്പൽ ലെവലിലൊക്കെ വരുന്നുണ്ടെങ്കിലും there is many other challenges in different places. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ വേസ്റ്റ് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സും മറ്റൊക്കെ ചെയ്തില്ലെങ്കിൽ, കാരണം ആൾക്കാർ പല സ്ഥലത്തും ഈവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നാലും ഫിക്കൽ സ്ലഡ്ജ് എംപ്റ്റി ചെയ്യാനുള്ള പൈസ പോലും കൊടുക്കാൻ തയ്യാറല്ല പല ഒഡീഷ, മഹാരാഷ്ട്ര പോലുള്ള പല സംസ്ഥാനത്തും. കാരണം അവരുടെ ടെക്നോളജി വന്നു കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നു കഴിഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൊടുത്തയക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ വേസ്റ്റ് വരാതിരിക്കുകയും അത് ഫെയിൽ ആവുകയും ചെയ്യും. അപ്പോൾ സെഗ്രിഗേഷൻ ആയാലും ഇതുപോലുള്ള കാര്യങ്ങളായാലും ബിഹേവിയറൽ ചേഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി ഹാവ് ബീൻ സ്പീക്കിംഗ് ഇറ്റ് ഫോർ സം ടൈം. പിന്നെ റിഡക്ഷൻ ഇൻ കൺസംഷൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ പറയുന്ന ഒരു സസ്റ്റൈനബിൾ കൺസംഷൻ. അതും ഒക്കെ ചേർന്നിട്ട് ഇതൊരു വലിയൊരു ഒരു ഡിസ്കഷൻ ഏരിയ ആണ്. അതുകൂടാണ്ട് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഓർ ആക്ടേഴ്സ്. അപ്പൊ നമ്മളിപ്പോ കൂടുതലും സോഷ്യൽ പ്രോബ്ലംസ്, അതായത് സാനിറ്റേഷൻ വർക്കേഴ്സിന്റെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ കുറച്ച് വിവരിച്ചത്. അപ്പൊ എനിക്ക് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് കുറച്ച് കണ്ടിട്ടുണ്ട്. അത് കൂടുതലും കണ്ടിട്ടുള്ളത് സ്കിൻ പ്രോബ്ലംസ് ആണ് ഒന്ന്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അലർജിക് റിയാക്ഷൻസ്, പിന്നെ അതുകൂടാതെ ഇൻഫെക്ഷൻ തന്നെ നമുക്കിപ്പോ ഇന്ന ഓർഗാനിസം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻ, എന്ന് വെച്ചാൽ മിക്സഡ് കൈൻഡ് ഓഫ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ആണ് അവർ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിഫംഗൽ അല്ലെങ്കിൽ അതൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും എയറസോൾ ബ്രീത്ത് ചെയ്യുന്ന അനുസരിച്ചുള്ള ബ്രീതിങ് പ്രോബ്ലംസ്, അതായത് ന്യൂമോണിയ അല്ലെങ്കിൽ ആസ്മ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ബിക്കോസ് കുറെ വേസ്റ്റ് ഒക്കെ ബേൺ ചെയ്ത് പോകുന്നതുകൊണ്ട് അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് കാണുന്നുണ്ട്. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലംസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും
ആ ഹെൽത്ത് പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇന്ന സിസ്റ്റത്തിലേക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന കോസറ്റീവ് ഏജന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോംപ്ലക്സ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ആണ്, ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇവരിൽ കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു വെൽ റെഗുലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് ബർഡൻ കുറയ്ക്കാൻ പറ്റും. സോഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അവരുടെ കൂടുതലും ചെയ്യുന്ന കാര്യം തന്നെ കുറച്ചും കൂടെ ഹൈജീനിക് ആയിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുകയും, അതുകൂടാതെ നമ്മുടെ സൈഡിൽ നിന്ന് ആ പോയിന്റ് ഓഫ് സോഴ്സിൽ തന്നെ ഡീകൺടാമിനേഷൻ ചെയ്യുകയും, അതിന്റെ ആ ഒരു മാനേജ് ചെയ്യുന്ന കാര്യം, കണ്ടാമിനേറ്റഡിന്റെ ആ ബർഡൻ കുറയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അവർക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മളൊരു മാക്രോ ലെവലില് എന്താണ് നിലവിലുള്ള ഒരു പ്രോബ്ലംസ് എന്നോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നോ ആണ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് റീസെന്റ് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. നമ്മുടെ സ്റ്റേറ്റ് ആദ്യം കുറെ നാള് ശേഷമാണ് നമ്മൾ ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് ഡിസാസ്റ്റേഴ്സ് നമ്മൾ കണ്ടുവരുന്നത്. ബാക്കി പല സ്ഥലത്തും നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ഒരു നിഗ്ലെക്ട് അല്ലെങ്കിൽ ഒരു പിറ്റ്ഫോൾ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ടു മെയിൻറ്റെയിൻ സാനിറ്റേഷൻ. സോ അതിന്റെ ബേസിസിൽ നമുക്ക് അത് എങ്ങനെ റൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരു പ്രോബ്ലം വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം. സോ നേരത്തെ ഇപ്പൊ പറയും. ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, റീസൺ തന്നെ ഒരു ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ആ റീസെന്റ് എറണാകുളത്തുണ്ടായ ഒരു മിക്സഡ് വേസ്റ്റ് ബേണിംഗ് കാരണം ഉണ്ടായ ഒരു ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അപ്പൊ അതും അതിന്റെ തുടർച്ചയായിട്ടുണ്ടായ എൻവയറമെന്റൽ പൊല്യൂഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ലിങ്കേജ്, ഇന്റർ കണക്ഷൻ, നമ്മൾ എങ്ങനെ എൻവയറമെന്റൽ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, അപ്പൊ ഇതെല്ലാം ഒരു ലിങ്ക്ഡ് ആണ്. അതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു. യെസ്. ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ചോദിച്ചൊരു കാര്യം ഹെൽത്ത് ഹസാർഡ് ഓഫ് വർക്കേഴ്സ് ആണ്. അപ്പം ഞാൻ ഹെൽത്ത് ഹസാർഡിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇതിന്റെ ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് വരുന്നത് നമുക്ക് സാനിറ്റേഷൻ വർക്കേഴ്സിനെ പറ്റിയുള്ള പൂർണ്ണമായ ഡാറ്റ ഇല്ല. മുനിസിപ്പൽ സാനിറ്റേഷൻ വർക്കേഴ്സ് മിക്കവാറും പല സ്ഥലത്തും സ്വീപ്പിംഗ് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ചില സമയത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർക്കുണ്ട്. പക്ഷെ അവര് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഹസാർഡ്സുമായിട്ട് വളരെ അപൂർവ സമയത്താണ് ചിലവർ ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇൻഫോർമൽ ആയിട്ടാണ് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നവരും ഡ്രെയിൻ ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഉള്ളത്. അവരുടെ തന്നെ ഡാറ്റ ഇല്ലാത്തൊരു സമയത്ത്, അവർ ഇൻഫോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു PPE കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പലരും സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ചെയ്യുന്നത്. ഈ PPEയും മറ്റു എക്യുപ്മെന്റ്സും കൊടുത്തിട്ടില്ലെങ്കിൽ എംപ്ലോയർ ആണ് നിയമപ്രകാരം കസ്റ്റഡിയിലാവുക. പക്ഷേ എംപ്ലോയർ ഇല്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ എംപ്ലോയർ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, നമ്മുടെ ഇപ്പോൾ പറയാൻ പറ്റുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള സാനിറ്റേഷൻ വർക്കാണ് ഈ ഡാറ്റ ഇല്ലായ്മക്കും അല്ലെങ്കിൽ അതിന് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഇല്ലായ്മക്കും കാരണം. ഈ ഇൻഫോർമാലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസും അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്തതാണ്. അതാണ് നമുക്ക് ഇതിലേക്കുള്ള ഡിസ്കഷനിലേക്ക് വഴി തുറക്കാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി, കാരണം ഇപ്പം ഡോക്ടർമാർക്ക് ഒരു പക്ഷേ ഫോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മുനിസിപ്പൽ വർക്കേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ന് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നില്ല. So they are bound to have these kind of disease. But now you are not able to find which disease and which organism is there. And many of the tests. And historically, they have premature death. ഒരു 10-40 വർഷം മുന്നേ their average age is 40-50 in different historical documents അത് പറയുന്നുണ്ട്. ഇപ്പോഴും ഡൽഹിയിലും മറ്റു സ്ഥലത്തുള്ള ഡ്രെയിനിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന കേസസുകളിൽ വളരെ പ്രീമച്വർ ആയിട്ട് എയിലിംഗ് ഇഷ്യൂസ് വരുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സ്കിൻ അലർജി ഉണ്ട്. പക്ഷെ there are other issues, main organs are also impacted. Now when we come to fire in Kochi, അതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എന്റേതായ ലെവലിൽ വെച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ടു ദ ഫയർഫോഴ്സ് വർക്കേഴ്സ്, ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുകയും, അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് അവര്. സോ സ്റ്റിൽ ദേ ഡോണ്ട് ഹാവ് എ മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് അതർ ആസ്പെക്ട്സ്.
സോ ഈ പ്രശ്നങ്ങളൊക്കെ വർക്കേഴ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും, അതിന് ഫയർഫോഴ്സ് വർക്കേഴ്സ് ആവട്ടെ, സാനിറ്റേഷൻ വർക്കേഴ്സ് ആവട്ടെ, ദിസ് ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ദ ഇഷ്യൂ ഓഫ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. പാരിസ്ഥിതികമായ നീതി സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ വരുന്നത്. കാരണം നമ്മൾ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു വേസ്റ്റ്, നമ്മൾ എല്ലാവരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലോ പ്രശ്നം കൊണ്ട് അത് മാനേജ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മുടെ തന്നെയോ പ്രശ്നം കൊണ്ട് മാനേജ് ചെയ്യാതെ വരികയും അതിലൊരു അപകടം സംഭവിക്കുകയും അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നോൺ പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് ഇമ്പാക്ട് വരികയും ചെയ്യുന്നു. നമ്മൾ ദൂരെ ഇരുന്നിട്ട് അത് കാണുകയും കൊച്ചിന്റെ മറ്റു ഭാഗങ്ങളിലോ ഇരുന്ന് കാണുകയും, പക്ഷെ നമ്മൾ എല്ലാവർക്കും ഇമ്പാക്ട് ആയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അവര് ആ ഗ്രൗണ്ടിൽ അവിടെ നിന്ന് 10 ദിവസത്തോളം വർക്ക് ചെയ്തവരാണ് പലരും. അവർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് ഈസ് ക്ലിയർലി an environmental injustice issue, and that is again coming to the understanding on social science. നമ്മൾക്ക് പല പ്രശ്നങ്ങളും വീണ്ടും നമ്മൾ അതുകൊണ്ടാണ് പല ലെൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ഇഷ്യൂനെ കാണണം എന്ന് പറയുന്നതും. പിന്നെ ടെക്നോളജിക്കലി ആൻഡ് ഹെൽത്ത് വൈസ് ആയാലും സോഷ്യൽ സയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് ഇഷ്യൂസ് ആണ് ഞാനിവിടെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. പക്ഷെ ടെക്നോളജിക്കൽ ആയിട്ടുള്ളതും പോളിസി ആയിട്ടുള്ളതും വേണം നമുക്ക്. Then coming to the last question you asked, I mean the question climate change. Yeah. അല്ല, ഞാൻ വേറൊരു കാര്യം, നമുക്കൊരു എൻഡ് പോയിന്റ് ഉണ്ടല്ലോ ഫോർ ഈച്ച് വേസ്റ്റ്. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ ഫോർ റീസൈക്ലിംഗ് ഓർ റീയൂസ്, അങ്ങനെ. അല്ലെങ്കിൽ ഒരു ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ ഫെർട്ടിലൈസേഴ്സ്, അത് കമ്പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകുക. പിന്നെ നമുക്ക് അല്ലാത്ത വേസ്റ്റ്, ചില വേസ്റ്റ് ബേണിംഗ് പക്ഷെ നമ്മൾ ഏറ്റവും മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മാക്സിമം റെഡ്യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ബാക്കിയെല്ലാം രീതിയിൽ റീസൈക്കിൾ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു മേജർ പ്രോബ്ലം സാനിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതലും ഫീക്കൽ മാറ്റർ ആണ് നമ്മൾ നിലവിൽ ഇഷ്യൂ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇ വേസ്റ്റ് ഉണ്ട്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ റീസെന്റ് ഫയർ ഔട്ട്ബ്രേക്ക് ഉണ്ടായ മിക്സഡ് വേസ്റ്റ് ആയിരുന്നു നമുക്ക് അവിടെ ഡംപ് ചെയ്തിരുന്നത്. ഫുഡ്, പ്ലാസ്റ്റിക്, പേപ്പർ, ഇ വേസ്റ്റ്, അങ്ങനെ പലതരം വേസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ഡംപിങ് അല്ലാതെ നമുക്ക് സെഗ്രിഗേഷൻ എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ സെഗ്രിഗേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും എത്തിക്കണം. ആ ഒരു ഇത് മനസ്സിലെത്തിക്കണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ നമുക്ക് ആ ഡിസാസ്റ്റർ എന്താണ്, ക്ലൈമറ്റ് ഡിസാസ്റ്റർ കാരണം ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് പൊല്യൂഷൻ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വരാം. സോ നമ്മൾ 2018 ഫ്ലഡ് ആണ് ഇപ്പോ നമ്മുടെ പല ടീം മെമ്പേഴ്സും ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നു പറയുന്നത്. സാനിറ്റേഷൻ ഒരു പ്രശ്നമായി മാറുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ഫ്ലഡ് വരുന്നതോടുകൂടിയാണ്. അപ്പോൾ ഫ്ലഡ് വരുമ്പോൾ നമുക്ക് ഒന്ന് എല്ലാം കൂടി വെള്ളത്തിന്റെ മുകളിലേക്ക് വരും. ഐ മീൻ എവരി വേസ്റ്റ് കംസ് ഓൺ ദ ടോപ്പ് ആൻഡ് ഇറ്റ് വാഷസ് എവേ ടു സീ. അത് കൂടാതെ ക്യാമ്പുകൾ, നമ്മൾ ഉയരത്തിലുള്ള ഏരിയകളിലാണ് ക്യാമ്പുകൾ നടത്തുക. ക്യാമ്പുകളിലേക്ക് വരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതായത് ഒരു വീട്ടിൽ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് ഒരു 2 വർഷം കൊണ്ട് നിറയുന്നത് ഒരു ദിവസം കൊണ്ട് സെപ്റ്റിക് ടാങ്ക് നിറയുന്ന ഒരു അവസ്ഥ വരും. അത് മാനേജ് ചെയ്യാൻ നമ്മളുടെ അടുത്ത് ഒന്നുമില്ല. നമ്മൾ ഓപ്പൺ ഡംപ് ചെയ്തിരുന്ന സാധനങ്ങളില്ല. വി ഹാഡ് ടു, നമ്മളുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് കൃത്യമായി ഇടപെട്ട് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പല പ്രൈവറ്റ് സ്പേസസും, കൂടാതെ ബ്രഹ്മപുരത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റും മറ്റ് പ്രൈവറ്റ് കമ്പനീസിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉപയോഗിച്ചിട്ടാണ് അത് മാനേജ് ചെയ്തിരുന്നത്. സോ ആ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഡിഫറെന്റ് ഡിസാസ്റ്റർ, ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് പബ്ലിക് ഹെൽത്ത് കൺസേൺ. ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ഫേസ് ഡിസാസ്റ്റർ, ഐ മീൻ ദ പാത്തജൻസ് ഇമ്പാക്ട്. സോ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. ഡിസാസ്റ്റർ ലെവലിൽ മാത്രമല്ല, ഈവൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹസാർഡ് ലെവൽ ഇമ്പാക്ട്സ് ലെവലിൽ നടക്കുന്നുണ്ട്. ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വരൾച്ച വന്നു കഴിഞ്ഞാൽ വെള്ളമില്ലായ്മ വരികയും വീണ്ടും അതൊരു ഡ്രൈ ലാറ്റിൻ സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതായിരിക്കുക. സോ സാനിറ്റേഷൻ, നമുക്ക് വീടില്ലെങ്കിലും നമുക്ക് ക്യാമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പൺ സ്പേസിൽ നമുക്ക് ഇരിക്കാം. പക്ഷേ ആസ് എ മാറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി വി കാൺ use toilets and washrooms in the open area. So we need something which we can use in a clean, safe environment. So that's why disaster ആയിട്ടുള്ള ഒരു ഏരിയയിൽ സാനിറ്റേഷൻ ആയിട്ടൊരു സെപ്പറേറ്റ് ടീം UNICEF or WHO or UNDP used to
conduct, and other many NGOs also come across along with the state and central governments. So the impact of climate change is expected to increase when recurrent floods, so places like where we work, അലപ്പിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ലിവിംഗ് ലാബ് അലപ്പി എക്സ്പെരിമെന്റ് ആണ്. അത് IIT ബോംബെ ആണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. പ്രൊഫസർ NC നാരായണനും രോഹിത് ജോസഫ് ഫ്രം അലപ്പി. സോ ഇവരൊക്കെ കൂടി ചെയ്യുന്നിട്ടുള്ളൊരു ടീം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് അക്കാഡമിഷ്യൻസ് ആൻഡ് ലോക്കൽ റെപ്രസെന്റേറ്റീവ്, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീമാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഒരു പക്ഷെ അത് ലോങ് ടേമിൽ അതൊരു ഫീസിബിൾ ആയില്ലെങ്കിൽ, സോ വി ആർ കണ്ടിന്യൂസ്ലി ലുക്കിംഗ് അറ്റ് ഇറ്റ് ത്രൂ എ ട്രാൻസ്ഡിസിപ്ലിനറി റിസർച്ച് ലെൻസ്. ദാറ്റ് മീൻസ് നമ്മൾ എല്ലാവരും ചേർന്നുള്ള ഒരു റിസർച്ചാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇവിടുന്ന് ഒരു ടീം പോയി അത് നമ്മൾ പഠിച്ചു, നമ്മൾ പറയുന്നു ഇതാണ് ശരി, ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നല്ല. അവിടുത്തെ ആൾക്കാരും കൂടി പറയുന്ന, അവിടുത്തെ സോഷ്യൽ, ടെക്നിക്കൽ, എക്കണോമിക്കൽ എല്ലാ ഇഷ്യൂവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കലും കൂടി അണ്ടർസ്റ്റാൻഡിങ് നോക്കിക്കൊണ്ട് ഇതാണ് പ്രശ്നം എന്ന് പറയും. ചിലപ്പോൾ 2 വർഷത്തിന് ശേഷം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇഷ്യൂസും മാറാം. അപ്പം അത് കണ്ടിന്യൂസ് ആയ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട്, ഒരു സോഷ്യൽ, ടെക്നിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അവിടെ കണ്ടിന്യൂസ് ആയ ഒരു വർക്ക് ചെയ്യും. ആലപ്പുഴ പോലെ ഭയങ്കര ഒരു വൾണറബിൾ ആയിട്ടുള്ള, എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള കുട്ടനാട് ലാൻഡ്സ്കേപ്പ് നമുക്കറിയാം. പിന്നെ ബാക്ക് വാട്ടേഴ്സിന്റെ ഇഷ്യൂ ഉണ്ട്, വെള്ളത്താൽ 2 ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ സാനിറ്റേഷൻ ഇഷ്യൂ ഈസ് മോർ പ്രോബ്ലമാറ്റിക്, ഈവൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഈവൻ ഫ്ലഡ് മാനേജ്മെന്റ്. അപ്പോൾ ഈ വക ഉള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു കണ്ടിന്യൂസ് എക്സ്പെരിമെന്റ്, അതൊരു നമ്മുടെ ലബോറട്ടറിയിൽ നടക്കുന്നത് എങ്ങനെയാണോ, നമ്മൾ ചെയ്യുന്നു, നമ്മൾ ശരിയാക്കുന്നു, നമ്മൾ വീണ്ടും അത് ചെയ്യുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇപ്പോൾ ലിവിംഗ് ലാബ് ആലപ്പി എന്ന് പറഞ്ഞിട്ട് IIT ബോംബെയും ടാഗ്സ് ഒരു സസ്റ്റൈനബിൾ ആണ്, ബട്ട് റെക്കറൻസ് സസ്റ്റൈനബിലിറ്റി അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരിക്കും അവിടെ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട്. അതായത് റെക്കറന്റ്, നമ്മൾ സസ്റ്റൈനബിൾ മോഡാണ്, ബട്ട് റെക്കറന്റ് ആയിട്ട് നമ്മളത് വർക്ക് അപ്പോൺ ചെയ്യണം, അങ്ങനത്തെ ഒരു സിസ്റ്റം. ബട്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞു നമ്മൾ ടെക്നോളജിക്കൽ, ഒരു ചെറിയൊരു ടെക്നോളജിക്കൽ മെത്തേഡ് ഓഫ് ക്ലിയറിംഗ് ദ സെപ്റ്റിക് ടാങ്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഭാഗമായിട്ട് നമുക്ക് ഈ സാനിറ്റേഷൻ വർക്കേഴ്സിന് കുറച്ചും കൂടെ ബർഡൻ കുറയ്ക്കാമെന്ന് തോന്നി. അങ്ങനത്തെ എന്തെങ്കിലും ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻ പ്രോഗ്രസ് ആണോ? അങ്ങനെ ഒരു ടെക്നോളജി ഡെവലപ്മെന്റിനെ പറ്റിയും ഒരുപക്ഷെ ഞാനിപ്പോ വർക്കേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ സ്വീപ്പിംഗ് വർക്കേഴ്സ് പോലും അങ്ങനെ ഒരു ടെക്നോളജി പല സ്ഥലത്തും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അത് എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ലേബർ ഇന്റൻസീവ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് എന്തുകൊണ്ട് അത് കുറക്കുന്നില്ല എന്നാണ് ഒരു ചോദ്യം. അപ്പൊ അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതേപോലെ ഈവൻ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് വർക്കേഴ്സ്. ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ലോറിയും പൈപ്സും ടാങ്കും യൂസ് ചെയ്തിട്ട് സക്ക് ചെയ്ത്, വാക്വം സക്കിങ് പമ്പ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കേഴ്സ് ആണ്. മറ്റേത് തമിഴ്നാട്ടിൽ നിന്നുള്ള ദളിത്സ് ആയിട്ടുള്ള മൈഗ്രൻസ് ആണ്. സോ ഇവർ 2 പേരും, അതിൽ ദളിത് മൈഗ്രൻസ് ചെയ്യുന്നത് നമ്മുടെ റുഡിമെന്ററി ബേസിക് ആയിട്ടുള്ള ടൂൾസും ഒരു സൈക്കിളിലാണ് അവർ പോകുന്നത്, യൂസ് ചെയ്തിട്ട് കൈക്കോട്ട് പോലുള്ള ചെറിയ ഹാൻഡ് ടൂൾസ് വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. സോ ടെക്നോളജിക്കൽ ഡിവൈഡ് തന്നെ ഇവരിൽ 2 പേരിലും കാണാൻ പറ്റും. അവർ വാങ്ങുന്ന പൈസയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടെക്നോളജിക്കലി ഇത് ഇൻഫോർമൽ സെക്ടറിലാണ്. ഇനിയിപ്പോൾ അത് ഇൻഫോർമൽ മാറി ഒരു ഫോർമലൈസ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നതോടുകൂടിയാണ്. കേരളത്തിന്റെ പല ഭാഗത്തും ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും പീപ്പിൾസ് പ്രൊട്ടസ്റ്റ് കാരണം പല സ്ഥലത്തും അത് നടക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാവുന്നില്ല. അപ്പൊ ആ ഒരു ചാലഞ്ച് എപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് വെക്കാൻ പറ്റാത്തത് ട്രീറ്റ്മെന്റ് പ്ലാന്റ്? ഇനി അത് വെച്ചു കഴിഞ്ഞാൽ ഈ വർക്കേഴ്സിന്റെ ഇഷ്യൂ കുറയുമോ എന്നുള്ളത് ഇപ്പോഴും ചാലഞ്ചിങ് ആണ്. അത് ഇതുവരെ അഡ്രസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർക്കേഴ്സിന്റെ ഇഷ്യൂ വിൽ കണ്ടിന്യൂ ടു impact the society for some more time, and we need to have an urgent attention on that to have a human rights perspective, from a human rights perspective as well as from a sustainable sanitation perspective. അതാണ് ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മേജർ ഭാഗം. നമ്മൾ പക്ഷെ ഒരു ടച്ച് അപ്പോൺ ചെയ്യാത്ത ഒരു ഭാഗം എന്ന് വെച്ചാൽ പൊല്യൂഷൻ ആണ്. നമ്മള് പൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാനിറ്റേഷൻ വർക്ക്, വെൻ ദർ ആർ ഫ്ലോസ് ഇൻ ദ സാനിറ്റേഷൻ, ആ വർക്കിൽ എന്തെങ്കിലും ഫ്ലോസ് അല്ലെങ്കിൽ ദർ ഇസ് എ ഡിലേ ഇൻ ദ വർക്ക്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു, അപ്പൊ വരുന്ന പൊല്യൂഷൻ. സോ പൊല്യൂഷൻ ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി എ സോയിൽ പൊല്യൂഷൻ, ക്യാൻ ബി വാട്ടർ പൊല്യൂഷൻ,
can be air pollution. അപ്പൊ അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് പൊല്യൂഷനും എൻകംപാസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് സാനിറ്റേഷൻ ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി ഒരു ബെറ്റർ ആയിട്ടുള്ള സാനിറ്റേഷൻ ഒരു മെക്കാനിസം ആൻഡ് റെഗുലേഷൻ ആൻഡ് ഓൾസോ സാനിറ്റേഷൻ വർക്കേഴ്സിന്റെ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീറ്റ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ബെറ്റർ ആക്കാൻ നമുക്ക് കൂടുതലായിട്ട് അതിൽ വർക്ക് ചെയ്യാനും അതിൽ പഠിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് ട്രൈ ചെയ്യാം. വിത്ത് ദാറ്റ്, താങ്ക് യു. Thank you so much.